ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചിങ്ങമാസം എത്തി, ഓണം എടുക്കാറായി. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. പിന്നെ ഇന്ന് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ യാത്ര പുറപ്പെട്ടത് വിനായകൻ്റെ ഒരു അമ്പലത്തിലേക്കാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയാറ്റ് ബാലഗണപതി ക്ഷേത്രം. ബാലഗണപതി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനച്ചിൽ താലൂക്കിലെ മീനച്ചിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കടയം എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ബാലഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതി ദേവിയുടെ മടിയിൽ കിടക്കുന്ന ഉണ്ണി ഗണപതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മാത്രമല്ല, ഈ ഗണപതി പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയംഭൂവാണ്. അതായത് തന്നെ ഉണ്ടായ വിഗ്രഹം എന്നാണ് സ്വയംഭൂ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. പണ്ട് കാട്ടാളന്മാർ ഇതിലെ കാട് വെട്ടിത്തെളിച്ച് പോയപ്പോൾ അവരുടെ മഴു ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്നും രക്തം വാർന്നൊഴുകുകയും പിന്നീട് മീനച്ചിൽ കർത്താക്കന്മാർ കുടുംബക്കാർ ഇത് ഇവിടെ പ്രതിഷ്ഠയാക്കുകയും ചെയ്തു. പാർവതിദേവിയുടെ മടിയിൽ കിടക്കുന്ന ഉണ്ണിഗണപതി ആയതുകൊണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളെല്ലാം സന്താനലബ്ധിക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളില്ലാത്ത അച്ഛനമ്മമാർ ഇവിടെ വന്ന് വിനായക ചതുർത്ഥി ദിനത്തിൽ ഇവിടെ ഉണ്ണിയൂട്ട് നടത്തുന്നു. ഏകദേശം അന്നത്തെ ദിവസം ഒരു 5 അച്ഛനമ്മമാർക്കാണ് ഇവിടെ ഉണ്ണിയൂട്ട് നടത്താനുള്ള അധികാരമുള്ളത്. അത് ഓൾറെഡി ബുക്കിങ്ങുമാണ്. വളരെ വർഷങ്ങളായി ഇവിടെ ഉണ്ണിയൂട്ട് വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കാൻ സാധിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കാൻ പറ്റുകയും ചെയ്യും. ഇവിടുത്തെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഇത് സ്വയംഭൂ ലിംഗമാണ്. അതിനാൽ ഇവിടെ പ്രതിഷ്ഠയിരിക്കുന്നത് അധിഷ്ഠാനത്തിൽ നിന്നും താഴെ, അതായത് തറയ്ക്ക് താഴെയാണ്. നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇടയാറ്റ് ഇങ്ങനൊരു ബാലഗണപതി ക്ഷേത്രം ഉള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്.